ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ളൊരു അപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഒരു വെജിറ്റബിൾ എഗ്ഗ് സ്റ്റൂവും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നല്ല പഞ്ഞി പോലുള്ളൊരു അപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി, 1/2 ടേബിൾ സ്പൂണ് ഉലുവ, ഇത്രയും നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി 3 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ളതാട്ടോ. പിന്നെ ഞാനിതാ ഒരു 1/2 കപ്പ് ഉഴുന്ന് അതേപോലെ തന്നെ കഴുകി നമ്മളൊരു വേറെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുക്കുന്നത് അരി നമ്മൾ കഴുകി കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിലാട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാ വെള്ളത്തിലും ഈ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളിത് 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു കുതിർത്തി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അരി, അതേപോലെ തന്നെ പകുതി ഉഴുന്ന്, ഇതിലേക്ക് നമ്മൾ ഒരൽപ്പം ചോറ്, ചുവന്നുള്ളി, 2 പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത മാവ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അല്ലേ, ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്തതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ബാച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഒരു മിക്സിയിൽ. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ 2ാം ട്രിപ്പിലാണല്ലോ നമ്മൾ പഞ്ചസാര ഈസ്റ്റൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള മാവുകളൊക്കെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കിട്ടുന്ന മാത്രമല്ല നമുക്കിത് ഒന്ന് ശരിക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് റെഡിയായി എടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ ഒന്ന് കൈവച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ എഗ്ഗ് സ്റ്റൂവും കൂടെ റെഡിയാക്കി. വെജിറ്റബിൾ എഗ്ഗ് സ്റ്റൂ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഉരുളൻകിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി ബീൻസ്, ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് നമ്മൾ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില, എരിവിനാവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് നമ്മൾ നടുകീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ
ഒരു തേങ്ങയുടെ പാല്. ഇത് നമ്മൾ തനിപ്പാൽ, ഒന്നാം പാൽ എന്നൊക്കെ പറയുന്ന വെള്ളം കുറച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പാല്. ഇത് നമുക്ക് രണ്ടാം പാല്. ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം നോക്കാം. ഇത് ഞാനിവിടെ രണ്ടാം പാലിലാണ് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനി ഞാനിത് അതിലേക്ക് ഒരു 4 കുരുമുളകൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി, ചെറിയ കഷ്ണം കണ്ടില്ലേ, ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, ഇനി നമ്മൾ അരിഞ്ഞെടുത്ത എല്ലാ വെജിറ്റബിൾസും കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ച രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും. നമ്മൾ പാലൊഴിച്ചു കൊടുക്കും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലും നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ ഒരല്പം കുരുമുളക് പൊടി. നമ്മളെ സ്റ്റൂവിൻ്റെ കളറൊന്നും മാറി നിൽക്കാൻ പാടില്ല, ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടണം. നമ്മളെ വെജിറ്റബിൾസ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട നമ്മൾ ചേർക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നല്ല പോലെ അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾ എഗ്ഗ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞി പോലുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ എഗ്ഗ് സ്റ്റൂ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.